സ്വാമിക്ഷേത്രം മണ്ഡലം 41 സന്നിധാനവും പരിസരവും ശുചീകരിച്ചു. 18 അവർ വൃത്തിയാക്കി നടപ്പന്തലുകൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ശുചീകരിച്ചു. ഇനി വൈകുന്നേരം 5 മണിക്ക് തങ്കഅങ്കി ഘോഷയാത്രയോടനുബന്ധിച്ചാണ് ഇനി നട ഭക്തർക്ക് തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പടി ചവിട്ടാനുള്ള സമയം നൽകുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും നിതാന്ത പരിശ്രമത്തിലാണ്, ശുചീകരണ പ്രവൃത്തിയിലാണ്. പൊതുവെ ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് വളരെ കുറവാണ്. ഇനി നാളെ 41 നാളെ വൈകിട്ട് നട അടച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ആണ് മകരവിളക്കിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ തങ്കഅങ്കി ഘോഷയാത്ര കഴിഞ്ഞാൽ പിന്നെ തിരുവാഭരണ ഘോഷയാത്രയാണ്. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12 പന്തളത്തിൽ നിന്ന് ആരംഭിച്ച് 14 വൈകുന്നേരം ദീപാരാധനയോടുകൂടി ഭഗവാന് തിരുവാഭരണം ചാർത്തി തങ്കഅങ്കി തിരുവാഭരണ ഘോഷയാത്ര. അതോടുകൂടി മാളികപ്പുറത്ത് ബാല അയ്യപ്പൻ്റെ പച്ചവർണ്ണ കൂടി കളം വരച്ച് ബാല അയ്യപ്പൻ്റെ കളം വരച്ച് തോറ്റം ചൊല്ലി അങ്ങനെ നായാട്ട് വിളി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും 4 ദിവസം വിശേഷാൽ പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നു. അതോടുകൂടി ഗുരുതിയോടുകൂടി സമാപനം. 6-ാമത്തെ ദിവസം രാജാവിന് ദർശനം, രാജപ്രതിനിധിക്ക് ദർശനം. നടയടച്ച് രാജപ്രതിനിധിയെ ചാവിയേൽപ്പിക്കും. ഇതോടുകൂടി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സമാപിക്കും.